ഫ്രണ്ട്സ്, നിങ്ങളാരെങ്കിലും ഭൂമിക്കടിയിൽ നിന്ന് സ്വർണം കുഴിച്ചെടുക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ സ്വർണം കുഴിച്ചെടുക്കുകയാണ് കേട്ടോ. സ്വർണം എന്നൊന്നും പറഞ്ഞാൽ പോരാ, തനിത്തങ്കമാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. അപ്പോൾ റിയൽ ഗ്രീൻ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഞ്ഞൾ വിളവെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ആ നട്ട മഞ്ഞൾ വിളവെടുക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് മഞ്ഞളും ഇഞ്ചിയുമൊക്കെ വിളവെടുക്കുന്നത്. മഞ്ഞളിൻ്റെ തലപ്പുകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് ഭൂമിയിലേക്ക് ചായുന്ന സമയം, ആ സമയത്താണ് നമ്മൾ മഞ്ഞളിൻ്റെ വിളവെടുക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ഓരോ കടയിൽ നിന്നും നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മഞ്ഞളെല്ലാം പറിച്ചു കഴിഞ്ഞ് 3-4 തവണ വെള്ളത്തിൽ കഴുകി മണ്ണെല്ലാം കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണിത്. വേവിച്ച മഞ്ഞൾ നമ്മൾ പതുക്കെ 3-4 കീറി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാണ് ഉണക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി ഉണക്കിയാൽ ഒരു 4 ദിവസത്തെ ഉണക്ക് നമുക്ക് മതിയാകും. വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞുണക്കി കുപ്പികളിലടച്ച് ഭദ്രമായി എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇത്തവണത്തെ പുഴുങ്ങി ഉണക്കിയ മഞ്ഞളാണിത്. ഉണങ്ങി വരുന്നതേ ഉള്ളൂ. 2 ദിവസം കൂടി ഉണക്കിയാൽ ഇതിൻ്റെ ഉണക്ക് കറക്റ്റാവും. ഇത് കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണക്കി സൂക്ഷിച്ച മഞ്ഞളാണിത്. അരിഞ്ഞുണക്കിയ മഞ്ഞളുമുണ്ട്, അരിയാതെ ഉണക്കിയ മഞ്ഞളുമുണ്ട്. അത് എൻ്റെ വീട്ടാവശ്യത്തിന് ഞാൻ മില്ലിൽ പൊടിപ്പിച്ചതിന് ശേഷം ബാക്കി വച്ചിരിക്കുന്ന ഉണക്കിയ മഞ്ഞളാണിത്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ മഞ്ഞളാണ്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾ നമ്മുടെ മിക്സിയിലിട്ട് നമ്മുടെ ആവശ്യത്തിന് 1 പിടിയോ 2 പിടിയോ ഇട്ട് പൊടിച്ചെടുത്താൽ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരില്ല. കാരണം ആവശ്യത്തിന് മാത്രം എടുത്ത് 1 പിടിയോ 2 പിടിയോ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല നൈസായി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നൈസായി പൊടിച്ചെടുത്താൽ എത്ര നാൾ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ഒരു കേടുപാടും കൂടാതെ ഇരുന്നോളും. ഫ്രണ്ട്സ്, റിയൽ ഗ്രീൻ ബോക്സിൻ്റെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.